ഇഷ്ടപ്പെട്ടു. ഇതൊരു കുലോമിന്റെ ചിത്രമുള്ള ഒരു ബാഗാണ് ഗായ്സ്. ഇതിൽ ഒരുപാട് സ്പേഷ്യസ് ഉണ്ട്. ഈ ഒരു കള്ളിയിൽ തന്നെ 2 കള്ളിയായി വരുന്നുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്പേസ് കുറവായി തോന്നും, പക്ഷെ ഇത് നല്ല സ്പേസസ് ഉണ്ട്. പിന്നെ ഇതാ ഈ രണ്ടാമത്തെ കള്ളി, ഇതിലൊറ്റ കള്ളി തന്നെയാണ് ഗായ്സ്. പിന്നെ ഈ കളിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഗ്ലിറ്റേഴ്സും അങ്ങനെ കുറെ മുത്തും കാര്യങ്ങളായിട്ട് വരും, പക്ഷെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് എനിക്ക് ഇഷ്ടമായ കളി ഗൈസ്. ഇതിൽ കുറച്ച് സ്പേഷ്യസ് ഉണ്ട് ഈ കളി. പിന്നെ ഇതാണ് ഈ കുലോമിന്റെ ചിത്രമുള്ള കളി ഗൈസ്. ഇതാ ഇതിൽ ടവലും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇതാ ഈ ബാഗിന്റെ ഒപ്പം ഒരു ക്യൂട്ടായി പൗച്ച് ഉണ്ട്. ഇതാ ഇതിന്റെ അതേ തീം കളറിലാണ് ഈ പൗച്ച് വരുന്നത്. ഉള്ളിൽ വൈറ്റ് ആണ് ഗായ്സ്. കണ്ടോ, ഇതിൽ നമ്മൾ വേഗം തിരക്കിൽ എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വെക്കുക, പെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഇനി വെക്കാൻ പോണ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇത് നമ്മൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പൗച്ചാണ് ഗായ്സ്. പിന്നെ ഇത് ഒരുപാട് കള്ളികളുണ്ട്. ഇത് എന്തിന്റെ സ്വിച്ചാന്ന് അറിയില്ല, ഞാൻ അമർത്തില്ലതുകൊണ്ട്. ഇതാ കണ്ടു ഗായ്സ്, ഒരുപാട് നല്ല ഒരു ബോക്സ് ആണ്. പിന്നെ നമുക്ക് എന്താണ് എന്തോ ഒരു സാധനം എഴുതാനുള്ള ഇതുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ ഇതാ ഇത് ഇതേപോലെ അങ്ങോട്ട് നമുക്ക്. പിന്നെ അടുത്തത് ഇതാ കട്ടർ, വലുത് ചെറുത്, നമുക്ക് വേണ്ട ഏതാണോ അതെടുക്കാം. ഇതിൽ ഞാൻ വെക്കാൻ പോണത് പെൻസിൽസ് ആണ് ഗൈസ്. പിന്നെ പെൻസിൽ, സ്കെയിൽ, റബ്ബർ ഇതൊക്കെ ഇതിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിലായിരിക്കും വെക്കുക. പിന്നെ എൻ്റെ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന നേഴ്സ്. പിന്നെ ഇതാണ് എൻ്റെ ആർട്ട് കിറ്റ് ഗൈസ്. ഇതിൽ ഒരുപാട് സ്കെച്ച് പെൻ, ഒരുപാടൊന്നും പറയുന്നില്ല, 5 സ്കെച്ച് പെൻസ് ഉണ്ട് ഗൈസ്. ഇതാ ഇവിടെ ഒരു കട്ടർ ഉണ്ട്, ക്യാമലിൻ്റെ ആണ് ഗൈസ്, ക്യാമലിൻ്റെ എറേസർ. പിന്നെ ഒരു ആർട്ട് ബുക്ക് ഉണ്ട് ഗൈസ്. പിന്നെ ഈ പൗച്ചിൽ ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇതിൽ ഏത് വേണം, ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെക്കാൻ പോണ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ പൗച്ചിന്റെ ഉള്ളിലൊന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ. ഇത് ഉള്ളിലും കുറച്ച് സോഫ്റ്റ് ആണ് ഗായ്സ്. ഇത് ഒരുപാട് കളർ കൂടിയൊരു പൗച്ചാണ്, ഒരു ക്യൂട്ട് യൂണിക്കോൺ. പിന്നെ കണ്ണടച്ച് നിൽക്കുന്ന പൗച്ചാണ്. ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കളക്ഷൻസ്. നമുക്കൊന്ന് ഏതൊക്കെയാ വേണ്ടെന്ന് നോക്കാം. ഇതൊന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വെക്കാം നമുക്ക്. ഇതൊന്ന് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് ഗായ്സ്. ഇതാ ഇതിലേക്ക് വെക്കുന്നു. പിന്നെ അടുത്ത പെൻ ചൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ ആണ്. ഇതിൽ ഒരുപാട് കളർ വരുന്നുണ്ട് കേട്ടോ. ഈ യൂണിക്കോൺ പെന്നാണ്. പിന്നെ അടുത്തതൊരു ബ്ലാക്ക് ഇങ്ക്. പിന്നെ ഞാൻ ഒരു പെൻസിൽ, മനമാട്ടി പെൻസിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ റബ്ബറും കട്ടറും കൂടിയത് ആണെന്ന് മനസ്സിലാവേ ഇല്ല. ഇത് നമുക്ക് റോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഗായ്സ്. പിന്നെ ഇത് ഷാർപ്പനറുള്ള ഭാഗമാണ്. നമുക്ക് ഇത് കളയാൻ വേണ്ടി, ഷാർപ്പ് ചെയ്ത സാധനം കളയാൻ വേണ്ടി നമുക്ക് നേരെ ഇങ്ങനെ തുറക്കാവുന്നതാണ്. പക്ഷെ തുറക്കുമ്പോൾ മെല്ലെ തുറക്കണേ. അപ്പൊ ഈ പൗച്ചിലേക്കുള്ള കാര്യങ്ങൾ റെഡി. ഒരു സ്കെയിലും കൂടി എനിക്ക് എടുക്കാനുണ്ട്. നമ്മൾ ക്യാമലിൻ്റെ തന്നെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ഈ പൗച്ചിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഈ പൗച്ചിൽ
കുറച്ച് കളേഴ്സ് ആണ്. കളേഴ്സ് നമുക്ക് എപ്പോഴാണ് എടുക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം എടുക്കാൻ വേണ്ടി ഞാൻ ഈ കളേഴ്സ് ഒക്കെ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഉണ്ടാക്കിയ ബുക്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബുക്സ് ഗായ്സ്. ഇതാണ് എൻ്റെ ബുക്സ് ഗായ്സ്. ഇതൊരു സ്കൈയിൻ്റെ നിറത്തിലും പിന്നെ ഇതൊരു വയലറ്റ് തീമിൽ സ്മൈലി. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വെക്കുന്നുണ്ട്. ഇത് സ്കൂളിൽ ഇത് നമ്മൾ പേപ്പർ സോപ്പാണ് ഗായ്സ്. ഇത് ഞാൻ ഈ ഒരു കളിയിലായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പൗച്ച് ഈ കളിയിലാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്കെച്ച് വെക്കാം. അപ്പൊ ഈ സ്കെച്ചൊക്കെ നമ്മൾ സ്കെച്ചൊക്കെ വെക്കുന്നത് ഗായ്സ്. അപ്പൊ നമ്മള് ഈ ഒരു കളിയിലാണ് വെക്കുന്നത് സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് കളിയാണ് ഗായ്സ്. പിന്നെ ഈ ക്യൂട്ട് ബുക്സ് വെക്കുന്നത് ഈ കളിയിലാണ്. നേഴ്സിപ്പ് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഓക്കെ, ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഈ ഒരു സ്പേഷ്യസ് അറയിലാണ് വെക്കുന്നത്. ഒരു പക്ഷിയുടെയും കുറച്ച് പൂക്കളുടെയും. ആർട്ട് കിറ്റ് വെക്കുന്നതും ഈ ഒരു കളിയിലാണ്. പിന്നെ ഈ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ഒരു കളിയിലാണ്. നമുക്ക് ഓരോന്നായി എടുത്തു വെക്കാം. ഇതാ എൻ്റെ ബുക്സ്. പിന്നെ നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് സ്കൂള് തുറന്ന് നാളെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ ആവും ടെക്സ്റ്റ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ടെക്സ്റ്റ് കാണിക്കുന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് പശ, കത്രിക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. ഇനി പശ, കത്രിക, ഇതാ പശ, സെല്ലോ ടാപ്പ്, കത്രിക, പിന്നെ ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു സ്റ്റാപ്ലർ. അത് നമുക്ക് ഈ ഒരു കളിയിലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പശ ഇതിൽ കൊള്ളാത്തത് കാരണം നമ്മൾ നേരെ ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഈ ബാഗ് വാങ്ങിയത് തിരൂരിലെ ബാഗ് പാലസ് എന്ന കടയിൽ നിന്നാണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗായ്സ്.